പറയുമ്പോൾ എല്ലാം പറയണം. ചോദ്യം ചോദിക്കരുത്. ഉത്തരത്തിന് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് സമയം തരും. നിങ്ങൾക്ക് മാത്രം ചോദ്യം ചോദിക്കാൻ സമയം തരാം. രാഷ്ട്രീയമാണെങ്കിൽ അതിന് രാഷ്ട്രീയമായ മറുപടി പറയാം. എന്താ വേണോ വരുന്നോ? അതിനൊന്നും ഗണേഷ് കുമാർ മോശമല്ല, രാഷ്ട്രീയം കണ്ടു വളർന്നവനാ. അങ്ങനെ ചോദിക്കാനാണ് എനിക്ക് ഉത്തരം പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ 125 രൂപ കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. ആനുകൂല്യം കൊടുക്കാം, വരട്ടെ, പൈസ വന്നിട്ടില്ലേ കൊടുക്കുന്നത്. എന്തെങ്കിലും മിച്ചം വന്നാലേ കൊടുക്കാൻ നോക്കൂ. അല്ലാതെ മിച്ചം അതില്ലേ പറഞ്ഞു 2700 രൂപയുടെ കടം കിടക്കുമ്പോൾ അതിനകത്ത് ആനുകൂല്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ നിങ്ങളെ പറ്റിക്കുന്നതിനില്ല. ഈ കൊടുക്കുന്ന ആനുകൂല്യം എന്ന് കിട്ടണം. ഏതാ ആനുകൂല്യം കൊടുത്തേച്ച് ഗണേഷ് കുമാറിന്റെ കൈയടി വാങ്ങിച്ചേച്ച് അങ്ങ് പോവാം. ഇലക്ഷൻ എടുത്തിട്ടുണ്ട്, ആനുകൂല്യം ആര് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. പക്ഷെ ഇത് കിട്ടാതെ പോവുകയും ചെയ്യും, ചിലപ്പോൾ ഉള്ളതും കൂടെ കിട്ടാതെ പോകും. അതുകൂടി മനസ്സിലാക്കണം. നമ്മൾ ഈ കേൾക്കുമ്പോൾ തന്നെ ആനുകൂല്യം കൊടുത്തൂടെ എന്ന് ചോദിക്കുന്ന ആവേശം എനിക്ക് ഇഷ്ടപ്പെട്ടു. പച്ച പിടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടില് ബാങ്കിൽ കടമുണ്ടെന്ന് വയ്ക്കും, അതൊക്കെ അങ്ങ് അടച്ച് തീർത്തു, ഒരുവിധമൊക്കെ തീർത്ത് വിറ്റും പറക്കിയൊക്കെ അടച്ച് തീർത്തു എന്ന് വയ്ക്കുക. തീർത്തതിന് അതിന്റെ അർത്ഥം പിറ്റേ ദിവസം തൊട്ട് ദൂർത്തടിക്കാവുന്നതാണ്. അല്ല, കൊടുക്കാൻ പറ്റുമ്പോൾ കൊടുക്കും, അതിനകത്തൊരു ആശങ്കയും വേണ്ട. ആനുകൂല്യം കൊടുത്തുകൂടെന്ന് ചോദിച്ചാൽ ശമ്പളം കിട്ടാതിരുന്നപ്പോൾ ഈ ശബ്ദം ഉയർന്നു കേട്ടില്ല. ഇപ്പൊ കേട്ട ശബ്ദം അന്ന് ശമ്പളം വല്ലപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഉയർന്നു കേട്ടില്ല. ഇപ്പൊ 1-ാം തീയതി ശമ്പളം കിട്ടുകയും 31-ാം തീയതി ശമ്പളം കിട്ടുകയും ചെയ്തപ്പോൾ ഈ ശബ്ദം ഉയർന്നു. അത് എല്ലാം റെഡിയായപ്പോൾ ചോദിക്കാൻ ആളുണ്ട്, വരട്ടെ. അദ്ദേഹത്തിന് താല്പര്യമുള്ളൊരു മന്ത്രി വരുമ്പോൾ തീർച്ചയായിട്ടും ആനുകൂല്യം അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട് പോകണമല്ലോ. ഞാൻ എല്ലാം കൂടി അങ്ങ് ചെയ്തിട്ട് പോയാൽ ഞാനൊരു മോശക്കാരനായി പോകും. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമുള്ള ആരെങ്കിലും വന്നാൽ അവർ കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അല്ല, ഞാൻ ഇത് ഏറ്റുപിടിച്ചേച്ച് ഓക്കെ എന്ന് പറഞ്ഞേച്ച് അതുമില്ല ഇതും ഇല്ലാതാവും. ഇപ്പൊ കിട്ടിക്കൊണ്ട് നമ്മൾ വാടക കൊടുക്കുന്ന എങ്ങനെയായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കുന്ന എങ്ങനെയായിരുന്നു, 5-ാം തീയതി ഇച്ചിരി പൈസ വരും. ആ പൈസ ബാങ്കുകാരന് ആദ്യം എടുക്കും. എന്താ പറയുക, നമുക്ക് ലോണുണ്ട്, അവിടെ ബൈക്ക് വാങ്ങിച്ചതും വീട് വെച്ചോ ലോൺ അതാ എടുക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് പൈസ വരത്തില്ല. അപ്പൊ നമ്മളെ വീടിന്റെ വാടക കൊടുക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല, അവരുടെ ആവശ്യങ്ങൾ നടക്കത്തില്ല. പിന്നെ 15-ാം തീയതി കഴിയുമ്പോൾ ഒരു പൈസ വരും ഇച്ചിരി. അത് വരുമ്പോൾ അതും ബാങ്കിലെ അമിച്ചുകൊണ്ട് ഈ ബാങ്കുകാരൻ എടുത്തതിന് ശേഷം നമുക്ക് കിട്ടത്തുള്ളൂ. ആദ്യം വരുന്ന പൈസ ബാങ്കുകാരൻ എടുക്കും. ഇതൊക്കെ അനുഭവിച്ചവരാണ് നിങ്ങൾ. അതങ്ങ് തീരെ മറന്നിട്ട് എന്നാ രക്ഷപ്പെട്ടെങ്കിൽ ആനുകൂല്യം അന്നേരം എന്ന് പറയുന്നത്. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെ രക്ഷപ്പെട്ടെന്നാ പറയുന്നത്? പ്രവർത്തന ലാഭം. ഇന്ന് 100 രൂപ ചെലവഴിക്കുമ്പോൾ അവിടെ 110 രൂപ കിട്ടി. അപ്പൊ 10 രൂപ കിട്ടി. ആ 10 രൂപ കിട്ടി അന്നേരം എന്ന് പറഞ്ഞാൽ ഇത് നടത്തിക്കൊണ്ട് പോകണ്ടേ? ഡീസൽ അടിക്കണ്ടേ? പൈസ കൊടുക്കണ്ടേ? ഡീസൽ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന മുൻപ് കാലങ്ങളിൽ വാങ്ങിച്ചിരുന്ന 2 രൂപ 60 പൈസയ്ക്കാണ് കുറച്ചു കൊടുത്ത ഡീസൽ. ഇപ്പൊ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഞാനുമായിട്ട് ഏറ്റുമുട്ടി വഴക്കടിച്ച് ബാർഗെയിൻ ചെയ്ത് 3 രൂപ 10 പൈസ കുറച്ചാണ് തരുന്നത്. അത് കൂടാതെ നിങ്ങൾ മനസ്സിലാക്കണം, 194 കോടി രൂപ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കഴിഞ്ഞ കാലങ്ങളിൽ മുതലും പലിശയായിട്ട് കൊടുക്കാനുണ്ട്. ഇത് ഞാൻ വരുത്തി വെച്ചാണോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അവരുമായിട്ട് സംസാരിച്ച് 45 ദിവസം ക്രെഡിറ്റ് വാങ്ങിച്ചിട്ട് അവർ ഓയിൽ സപ്ലൈ ചെയ്യുന്ന നിർത്തുമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയെ കണ്ടു, എല്ലാവരെയും കണ്ടു. അവർ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞു. 194 കോടി രൂപ. അവസാനം പലിശ എല്ലാം എഴുതിത്തള്ളി അവരെ കൊണ്ട് ചർച്ച ചെയ്ത് 94 കോടി രൂപയ്ക്ക് 92 കോടി രൂപയ്ക്ക് 93 കോടി രൂപയ്ക്ക് അത് ഒതുക്കിയേ. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ല അതുമല്ല പറയുന്നത്. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം. ചോദ്യം ചോദിക്കരുത്. ഉത്തരത്തിന് ചോദിച്ചാൽ നിങ്ങൾക്ക് സമയം തരും. നിങ്ങൾക്ക് മാത്രം ചോദ്യം ചോദിക്കാൻ സമയം തരാം. രാഷ്ട്രീയമാണെങ്കിൽ അതിന് രാഷ്ട്രീയമായ മറുപടി പറയാം. എന്താ വേണോ വരുന്നോ? അതിനൊന്നും ഗണേഷ് കുമാർ മോശമല്ല, രാഷ്ട്രീയം കണ്ടു വളർന്നവനാ. അങ്ങനെ ചോദിക്കാനാണെങ്കിൽ എനിക്ക് ഉത്തരം പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് സംശയമൊന്നുമില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് എല്ലാത്തിനും ഉത്തരം പറഞ്ഞു തരാം. ആവശ്യമില്ലാത്ത ഈ പറഞ്ഞ ഒന്നും കിട്ടാതിരുന്നപ്പോൾ ഒരു പരാതിയില്ലായിരുന്നു. ഇപ്പൊ എല്ലാം കിട്ടിത്തുടങ്ങിയപ്പോൾ ഒന്ന് മെച്ചപ്പെട്ടു തുടങ്ങിയപ്പോൾ സമൂഹ മധ്യത്തിൽ KSRTC ജീവനക്കാരന് ഒരു മാന്യതയുണ്ടായി. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു KSRTC എന്ന് പറഞ്ഞാൽ അത് അയ്യേ എന്നോ ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് മറക്കരുത്. ഇപ്പോൾ KSRTC നന്നായി പോകുന്നു. കേരളത്തിൽ ഏറ്റവും നന്നായി പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റായി KSRTC മാറുമ്പോൾ അതിനെ കണക്കം ചാർത്താൻ ഇതുപോലുള്ള ആളുകൾ വരും. ഏതാ അവിടെ ഒന്നും പറയില്ല, അങ്ങ് വിട്ടേക്കണേ. അദ്ദേഹത്തിന് ഉള്ളിലുള്ള ആൾ സംസാരിക്കുക, നിങ്ങൾ ചുമ്മാ ഇരിക്കുക. ഉള്ളിലുള്ള ആളാ സംസാരിക്കുന്നത്. അവരെ നമുക്ക് കുറ്റം പറയത്തില്ല. ധനകാര്യമന്ത്രി വരുന്നതിനൊക്കെ അവരെ നമുക്ക് പഴിക്കാൻ പറ്റത്തില്ല. അവരാണ് നമ്മുടെ അന്നദാതാക്കൾ എന്ന് ധനകാര്യമന്ത്രി പലപ്പോഴും എന്നോട് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഉള്ളിലുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മൾ ദ്രവ്യദ്രാവകങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല.